നമസ്കാരം. സംസാരിക്കുന്നത് വ്യത്യസ്തൻ. യുക്തിവാദികളോടായി വ്യത്യസ്തൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. യുക്തിവാദികൾ ഇതിനുള്ള മറുപടി തരികയില്ല. അവർ തർക്കം മാത്രം ഉന്നയിച്ച് മുന്നേറുന്നവരാണ്. ആശയപരമായ തർക്കങ്ങൾ അവർക്ക് വഴങ്ങിയിട്ടില്ല. ഇന്നത്തെ മനുഷ്യർ സാംസ്കാരികതയുടെ വളർച്ചാപരമായ LKG ഘട്ടത്തിലാണ്. LKG ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. സംസ്കാരം എന്നാൽ എന്ത് എന്നും ദൈവമില്ലാത്ത സംസ്കാരം എങ്ങനെയുണ്ടായി, എങ്ങനെ ഇത് ഉരുത്തിരിഞ്ഞു എന്നിങ്ങനെയുള്ള ഉത്തരങ്ങൾ സംയോജിപ്പിച്ചാണ് പറയാൻ പോകുന്നത്. വിശദീകരണം ലഭിച്ചിട്ടില്ലാത്ത ഒരു ലോകവിഷയം എന്ന നിലയിൽ അനേക കാലങ്ങളിലെ തർക്കവിതർക്കങ്ങളിലും പെട്ട് ഒരു കരയ്ക്കടിഞ്ഞിട്ടില്ലാത്ത സ്വന്തം എന്ന് ഏവരും മുറുകെ പിടിക്കുന്ന സംസ്കാരം ഇപ്പോഴും വിടരാത്ത ഒരു പുഷ്പമായി നിൽക്കുകയാണ്. ഇത് എത്ര കാലം ഇനിയും അങ്ങനെ നിൽക്കും എന്ന് ആർക്കും പറയാനാവില്ല. അതാണ് ഇന്നും സംസ്കാരത്തിന് ഒരു നിർവചനം കണ്ടെത്താൻ കഴിയാതെ പോയത്. നിർവചനം പലർക്കും കണ്ടെത്താൻ കഴിഞ്ഞേക്കും, പക്ഷേ അത് സ്വതന്ത്രമായ ആവിഷ്കാരമായിരിക്കണം. അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ എണ്ണവർദ്ധനവിൽ കൂട്ടത്തല്ല് ആവർത്തിക്കുകയേ ഉള്ളൂ. മേൽപ്പറഞ്ഞ വിഷയങ്ങൾ എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഷോർട്ടായിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വിശദീകരണത്തോടു കൂടിയാണ് എല്ലാ വിഷയങ്ങളും പറയുന്നതെങ്കിൽ ഒരു ഫിലോസഫി മുഴുവനായി പറയേണ്ടി വരും. സാംസ്കാരികതയുടെ ഈ വക വിഷയങ്ങൾ നേരത്തെയുള്ള പല വീഡിയോകളിലും വ്യത്യസ്തൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കാരത്തിന് വ്യത്യസ്തൻ്റെ ഫിലോസഫിയിലുള്ള നിർവചനം അർത്ഥ ജൈവസ്വഭാവ വൈരുദ്ധ്യത എന്നാണ്. ഇത് മാനവികതയുടെ സ്വതന്ത്ര ഭാവമാണ്. ഇതാണ് ദൈവഭാവനയ്ക്കാധാരമായത്. ലോക മനുഷ്യൻ്റെ ഐക്യമില്ലാത്ത, സ്വതന്ത്ര ഭാവമില്ലാത്ത സാംസ്കാരികതയുടെ ഏറ്റുമുട്ടൽ നിങ്ങളുടെ മുന്നിൽ അയവില്ലാതെ യുദ്ധങ്ങൾക്കായി നിങ്ങളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കരുവായി പോകും. അന്ന് നിങ്ങൾ ഡിപ്പോസിറ്റ് പോലെ കരുതി വെച്ച കുലമഹിമയും വംശവും ശുദ്ധശൂന്യമായി പോകും. അവയൊക്കെ വിഡ്ഢിത്തമായിരുന്നു എന്ന് പിന്നീട് തോന്നുകയും ചെയ്യും. ഇന്ന് ലോകത്തിലെ ഏതൊരു മനുഷ്യനും ഏത് സമയത്തും യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടേക്കാം. ഒരു കാരണവും അതിനു വേണ്ട. സാംസ്കാരിക വ്യത്യസ്തതകൾ നിലനിൽക്കുന്നതാണ് യുദ്ധത്തിൻ്റെ കാരണങ്ങൾ. നിങ്ങൾ ശരിക്കും ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ നീക്കുപോക്കില്ലാത്ത ഇന്നത്തെ അവസ്ഥയുടെ കാരണങ്ങൾ എന്താണ്? അതിർത്തി തർക്കമാണോ? ആഹാര വിഷയമാണോ? വെള്ളത്തിൻ്റെ വിഷയമാണോ? എണ്ണപ്പാടങ്ങളുടെ വിഷയമാണോ? മരുന്നുകളുടെ വിഷയമാണോ? ആണവായുധ വിഷയമാണോ? ഇതൊന്നുമല്ല, സാംസ്കാരികമാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മരവുരിയുമെടുത്ത് ശില കൊണ്ട് പൊരുതി മരിക്കുന്ന ശിലായുഗത്തിലെ യുദ്ധങ്ങൾ ഇന്ന് നമ്മുടെ തിരുമുറ്റത്ത് വന്ന് കാഹളം മുഴക്കുകയാണ്. ഇറങ്ങിവാ, ഞാൻ നിന്റെ കഴുത്തറുത്ത് ബലി കൊടുത്ത് എൻ്റെ സംസ്കാരത്തെ സമ്പന്നമാക്കട്ടെ എന്ന വ്യത്യസ്തൻ. നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രം. നമസ്കാരം.